ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതിനാണ് മണി 6:30 ഞാനും മോളും കൂടെ ആയിട്ട് ചിക്കൻ വാങ്ങിക്കാൻ പോവുകയാണ്. ഇനിയുള്ള വിശേഷങ്ങളാണ് കാണിക്കാൻ രാത്രി വരെയുള്ള ഒരു ഈവനിങ് വ്ലോഗ്. ഞാനും പൊന്നിയും കൂടെയാണ് ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നത്. കോളേജിൽ നിന്ന് വന്ന് നല്ല സുഖമായിട്ട് വൈകുന്നേരം വരെ ഉറങ്ങി. ഞാൻ പഠിച്ച് തളർന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഉറങ്ങണ്ടേ. അക്വേറിയുണ്ട്, നല്ലൊരു അക്വേറിയം അവിടെ. ചിക്കൻ വാങ്ങിക്കാൻ വന്നിട്ട് കോഴിയില്ല, ചിക്കൻ വാങ്ങിക്കാൻ. അതുകൊണ്ട് നമ്മൾ കോഴി മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചിക്കൻ കടയിൽ കോഴി തീർന്നു പോയി. അതുകൊണ്ട് പിന്നെ ഇവിടെ വേറെ അടുത്ത് കടയുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാറില്ല. അതുകൊണ്ട് ഇവിടെയാണ് പെർമനൻ്റായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങുന്നത്. ഈ ഒരു ഇവിടുത്തെ കടയിൽ കട എടുത്തില്ല, ഫോട്ടോ ഇത് നിറഞ്ഞു. അപ്പോൾ നമ്മളിനി ബാക്കി നോക്കാം എന്താണ് വയ്ക്കുന്നത് കഴിക്കുന്നതെന്നൊക്കെ. ജാനകി ആൻറ്റി കടയിൽ മുട്ട വാങ്ങാൻ കയറിയതാണ്. ഇനി മുട്ട വാങ്ങി പുറത്ത് പോയിട്ട് വന്നപ്പോൾ മുട്ട വാങ്ങിയിട്ട് വന്നു. മുട്ട വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ചേട്ടന് മുട്ട വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ എന്ത് ഫുഡ് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല. അപ്പം ശരി, എങ്കിൽ പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിക്കാമെന്ന് കരുതി ഞാനും ചേട്ടനും കൂടെ ഫുഡ് വാങ്ങിക്കാൻ പോവുകയാണ്. എൻ്റെ മൊബൈലിൽ ചാർജില്ല, അതുകൊണ്ട് ഞാൻ ചാർജ് വെച്ചിട്ടാണ് പോണത്. അതുകൊണ്ട് സോറി, അവിടെ പോയി കാണിക്കാൻ ആ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇനി ഞങ്ങൾ ഫുഡ് വാങ്ങിയിട്ട് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം എന്ത് ഫുഡാണ് വാങ്ങിയതെന്നും എന്ത് ഫുഡാണ് കഴിക്കുന്നതെന്നും പറയാം. അപ്പോൾ പോയി ഫുഡ് വാങ്ങിയിട്ട് വരട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടലൊക്കെ ഉള്ളത്. ഇന്ന് വെജ് എന്തെങ്കിലും വാങ്ങാമെന്ന്, വെജ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുവാന്ന്. അപ്പോൾ പോയി ഫുഡ് വാങ്ങിയിട്ട് വരാം. ഇപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇതിൽ 3 പേർക്കും ഉള്ള പ്രത്യേകം ഫുഡുകളുണ്ട്. പൊന്നിക്ക് ദോശ മതി എന്ന് പറഞ്ഞു. അപ്പം പ്ലെയിൻ ദോശയും അവൾക്ക് കറിയും. ഇത് ചേട്ടനാണ് തന്തൂരി റൊട്ടി, ചനാക്കറി, ഡാൽ കറി എല്ലാം ഉണ്ട്. ഇത് എനിക്ക് സ്പെഷ്യൽ ഭട്ടൂര, ചോള ഭട്ടൂരയാണ് ഞാൻ വാങ്ങിയത്. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ പട്ടിയെ കൊണ്ട്, ഡോറക്കുട്ടിയെ കൊണ്ട് വാക്കിംഗ് പോവുകയാണ്. ഇത് അതിനറിയാം ഈ സമയത്ത് ഞാൻ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ബെൽറ്റ് ഗേറ്റിൻ്റെ അതുവരെ അവൾക്ക് തന്നെ പിടിക്കണം. അതുകൊണ്ടാണ് ഈ തയ്യാറെടുത്ത് നിൽക്കുന്നത് പോവാനായിട്ട്. അവൾ ഫുഡ് കഴിച്ചാൽ എന്നും കൊണ്ടുപോകണം, അത് അവൾക്കൊരു പതിവായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാക്കിംഗ് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇനി ഒന്ന് വാക്കിംഗ് പോയിട്ട് വരാം. ഇപ്പോൾ ഡോറെ വാക്കിംഗ് എല്ലാം കൊണ്ടുപോയിട്ട് വന്നു. ഇനി കുറച്ചൊരല്പനേരം TV ഒക്കെ കണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം മൊബൈൽ നോക്കും. പിന്നെ ഉറക്കമൊക്കെ ഉള്ളൂ. ഒരു 12 മണിയൊക്കെ ആവും. 11:30 12 മണിയാകുമ്പോഴാണ് അടുത്ത് ഉറക്കം. ഇന്നത്തെ ഒരു ഈവനിങ് നല്ല രീതിയിൽ തന്നെ പോയി. വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നധികം ജോലികളൊന്നും ഇല്ലായിരുന്നു ഈവനിങ്. പിന്നെ കുറച്ച് വീട്ടിൻ്റെ അകത്തുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.